അങ്കമാലി അയ്യമ്പുഴയിൽ ആളൊഴിഞ്ഞ പാറമടയിലെ കുളത്തിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന നിഗമനത്തിൽ പോലീസ്. മൃതദേഹത്തിന്റെ തല അടക്കമുള്ള ഭാഗങ്ങൾക്കായി ഫയർഫോഴ്സിന്റെ സ്കൂബ സംഘം തിരച്ചിൽ നടത്തുന്നു. 1.5 മാസത്തോളം മൃതദേഹത്തിന് പഴക്കമുണ്ട് എന്നാണ് സൂചന. മൃതദേഹ ഭാഗങ്ങൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയായിരുന്നു അങ്കമാലി അയ്യമ്പുഴയിൽ ഇത്തരത്തിൽ ആളൊഴിഞ്ഞ ഒരു പാറമടയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തിയത്. ഈ മൃതദേഹം പൂർണ്ണമായും അഴുകിയ നിലയിലായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരടക്കം പറയുന്നതനുസരിച്ച് ഏകദേശം 1.5 മാസത്തോളം പഴക്കമുണ്ട് ഈ മൃതദേഹത്തിന്. ഒരു കൊലപാതകമാണെന്നൊരു സൂചനയിൽ തന്നെയാണ് പോലീസ് എത്തിയിരിക്കുന്നത്. അതിലെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ മൃതദേഹത്തിൻ്റെ അരഭാഗം ഓളമില്ല, തലയും മറ്റുമൊന്നുമില്ല. മാത്രമല്ല കാലുകളും കൂട്ടിക്കെട്ടിയ നിലയിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. മൃതദേഹം പൊതിഞ്ഞായിരുന്നു ഈ ക്വാറിക്ക് സമീപമുള്ള ഈ കുളത്തിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം ഈ സ്ഥലത്ത് ചൂണ്ടിടാൻ വന്ന കുട്ടികളായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് അയ്യമ്പുഴ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി ഇന്നലത്തെ മേൽ നടപടികൾ സ്വീകരിച്ചു. ഞങ്ങൾ വൈകിട്ട് ഒരു 3 മണിയായപ്പോൾ ചൂണ്ടിടാൻ വന്നത്. അത് കഴിഞ്ഞപ്പോൾ സൈഡിൽ ഞങ്ങൾ ചൂണ്ടടിക്കുന്ന സമയത്തിന് ബോഡി ഉണ്ട്. അപ്പോൾ ആദ്യം ഒരു ചാക്കട്ട് വല്ലതും തോന്നിയാൽ അപ്പോൾ എന്താണെന്നറിയാൻ വേണ്ടി ഞങ്ങൾ നോക്കിയതാണ്. അടുത്ത് ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ആസ്തി പൊന്തി ഇറങ്ങുന്നുണ്ട്. അപ്പോഴേക്കും ഞങ്ങളത് പോലീസുകാരെ അറിയിക്കുകയാണ് ചെയ്തത്. പകുതി പാർട്സാണ് കിട്ടിയത്. അവിടെ അടുത്ത് തന്നെ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് നമ്മൾ സെർച്ച് ചെയ്തത്. കിട്ടിയിട്ടില്ല. അപ്പം ബാക്കി ഇവിടെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ. നാട്ടുകാർ പറയുന്നതനുസരിച്ച് അധികം ആരും എത്തിപ്പെടാത്ത ഒരു സ്ഥലമാണ്. ഇവിടേക്ക് ആരും അങ്ങനെ നാട്ടുകാരായിട്ടുള്ള ആളുകളൊന്നും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ പിള്ളേർ ചൂണ്ടയിടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത്. പിന്നെ ഈ ഭാഗത്ത് കുറേ അധികം പാറമടകൾ ഇത്തരത്തിൽ നിർത്തി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പുറമേ നിന്നുള്ള ആളുകൾ പലരും ഇവിടെ വരുന്നുണ്ട്. ഫയർഫോഴ്സിന്റെ സ്ക്യൂബ സംഘം സ്ഥലത്തെത്തി തിരച്ചിലുകൾ നടത്തിയിരിക്കുകയാണ്. മൃതദേഹം കണ്ടെത്തിയ ഭാഗത്ത് തിരച്ചിൽ നടത്തി, പക്ഷേ മറ്റ് അവശിഷ്ടങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. ക്യാമറമാൻ സുജോ എഡ്വേർഡിനൊപ്പം സ്നേഹ മൊലൈന, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.